അപ്പോൾ ഇന്ന് കമൻറ്റ് റിപ്ലൈ ആയിട്ട് വീഡിയോ ഇടാം. അതാ കുറച്ചുകൂടെ എളുപ്പം. ഞാൻ ടോപ്പിക്കൊന്നും ആലോചിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ 5-6 കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തന്നിട്ടോ. അങ്ങനെ പറ്റുമെങ്കിൽ നാളെ മറ്റന്നാളെല്ലാം ഇടാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ്, ബ്രോ ചോയ്സ് ഹൈ വാല്യൂ ആയിട്ട് എങ്ങനെ പെരുമാറുന്നു? അതായത് പെണ്ണുങ്ങളുടെ മുമ്പിൽ എങ്ങനെ ചോയ്സ് ഉള്ള ആളായിട്ട് പെരുമാറണം, എങ്ങനെ ഹയർ വാല്യൂ ആയിട്ട് എങ്ങനെ പെരുമാറണം. അതായത് ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരു പെണ്ണിനോട് പെരുമാറുമ്പോൾ അവൾക്ക് നിങ്ങളെ ഹൈ വാല്യൂ ആയിട്ട് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, എന്നാലേ നിങ്ങളോട് ഇഷ്ടം വരത്തുള്ളൂ. ഓക്കെ. അതുപോലെ നിങ്ങളെ ചോയ്സ് ഉള്ള ആളാണെന്ന് ചിന്തിച്ചാലേ അവർക്ക് ഇഷ്ടം വരത്തുള്ളൂ. അതായത് ഏറ്റവും വലിയ ടേൺ ഓഫ്, പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ടേൺ ഓഫ്, നിങ്ങൾ അവരെ ചേസ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ ചോയ്സ് ഇല്ല അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നൊരു, ആരും വാങ്ങാത്ത കത്രിക എന്നൊരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വാങ്ങത്തില്ല. ഓക്കെ, മനസ്സിലായി? അപ്പം നിങ്ങൾ ചോയ്സ് ഉള്ള ഒരാളാണെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ കുറച്ച് ചേസ് ചെയ്താലും അവർക്ക് പ്രശ്നമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, ഒരു ഗേൾ നിങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് ചേസ് ചെയ്താലും കുറച്ച് ചേസ് ചെയ്താലും നിങ്ങൾക്ക് സന്തോഷമാകത്തുള്ളൂ. കാരണം കാരണം അവൾക്ക് ചോയ്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മനസ്സിലായി? അതുകൊണ്ട് തന്നെ അവളെ ഒരു വാല്യൂ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു വാല്യൂ ഉള്ള ഒരു പെണ്ണ് എന്നെ ചേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകത്തുള്ളൂ, നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ചോയ്സ് ഉള്ള ആളായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് വെച്ചാൽ, ചോയ്സ് ആയിട്ട് പെരുമാറണമെങ്കിൽ, ഹയർ വാല്യൂ ആയിട്ട് പെരുമാറണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇത് ആദ്യത്തെ കാര്യം. അതായത് ഇപ്പോഴും ചേസ് ചെയ്യുന്നത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞുതരാം. ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, അവരോട് വഴക്കുണ്ടാക്കുന്നത്, പിന്നെ നീഡിയായിട്ട് പെരുമാറുന്നത്, അവരോട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേസ് ചെയ്യുന്നത് എന്തുവാണ്. അതുപോലെ ഞാൻ മുമ്പേ ചേസ് ചെയ്യുന്നതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ച്, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് സ്റ്റെപ്പ് എടുത്താലും ചേസിങ് പോലെ തോന്നും. ഓക്കെ, മനസ്സിലായോ? ഇതാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറഞ്ഞുതരാം, ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം കംപ്ലയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞുതരാം. കംപ്ലയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്പം അവൾ നിങ്ങളോട് മിണ്ടുന്നില്ല വെച്ചോ, നിങ്ങളിപ്പോൾ ഒരേ കോളേജായിരിക്കും, സ്കൂളല്ല ഓഫീസായിരിക്കും, അങ്ങനെ. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളോട് മിണ്ടുന്നുണ്ടായിരിക്കും, വേറെ പയ്യന്മാരോട് മിണ്ടുന്നുണ്ടായിരിക്കും, ഫ്രണ്ട്സിനോട് മിണ്ടുന്നുണ്ടായിരിക്കും. നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഫ്രീ അല്ല, ബിസിയാണെന്ന് പറയുന്നുണ്ടായിരിക്കും. നമ്മൾ വീക്കെൻഡിൽ വെളിയിൽ വിളിച്ചാൽ വരത്തില്ലായിരിക്കും, വേറെ ആരുടെ പുറത്ത് പോകുമായിരിക്കും. ഓക്കെ, മനസ്സിലാവും? ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു പയ്യനോട് മിണ്ടുന്ന തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് വെച്ചോ. ഓക്കെ, ഇല്ല നീ എന്നോട് മിണ്ടുന്നില്ല, എനിക്ക് മിണ്ടാൻ നിനക്ക് സമയമില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അട്രാക്ഷൻ കംപ്ലയിൻറ്റിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഓക്കെ, നിങ്ങൾ തിരിച്ചങ്ങ് ആലോചിച്ചാൽ മതി. ഇതുപോലത്തെ കാര്യങ്ങൾ ആണിനും പെണ്ണിനും ഒരേ സൈക്കോളജി തന്നെ. അതായത് അട്രാക്ഷൻ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു പെണ്ണിനെ കണ്ണെടുത്താലേ ഇഷ്ടമല്ല. ഓക്കെ, അവൾ വന്ന് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത്, നിങ്ങൾക്ക് എന്തോ കാര്യം അവൾക്ക് ഭംഗിയില്ല, എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവൾ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടം വരുമോ? നിങ്ങൾക്ക് അട്രാക്ഷൻ വരുമോ? അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഹയർ വാല്യൂ ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സണെ കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, മനസ്സിലായി? അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് തോന്നുന്നു. ഇതുപോലുള്ള കാര്യത്തിൽ കൊണ്ട് ഇമോഷൻ ഇതായിട്ടാണ് നമുക്ക് അട്രാക്ഷൻ വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത്, നമ്മളത് തിരഞ്ഞെടുക്കുന്നതല്ല. ഈ പുള്ളിയെ നമുക്ക് അങ്ങ് അട്രാക്റ്റ് ആവാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നില്ല, അവരോട് ആകർഷണം തോന്നുന്നില്ല. നമ്മളെന്തോ കാര്യം കൊണ്ട് അട്രാക്റ്റ് ആവുന്നു, എന്നിട്ടാണ് നമ്മൾ തന്നെ അറിയുന്നത് ഇയാളെ വേണം, അങ്ങനെ ഒരു ഫീൽ നമുക്ക് വരുന്നത്. നമ്മളോട് ചോദിച്ചിട്ടല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് അട്രാക്ഷൻ വരുന്നത്. ഓക്കെ, ഇതേ കാര്യം തന്നെ അവർക്ക്. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് വെച്ചോ. കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലോയർ വാല്യൂ ആവും. കാരണം ആരാ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ, അതായത് അവഗണിക്കപ്പെടുന്ന ആളാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ, വലിയ സ്ട്രാറ്റജിക്കായിട്ട് തിയറി ആയിട്ടൊന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അവഗണിക്കപ്പെടുന്ന ആളാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളെപ്പോഴും റിലേഷൻഷിപ്പ് ആയാലും, അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് മിണ്ടുന്ന കാര്യം എടുത്താലും, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു പാറ്റേണില്ല. അതായത് അവരും നിങ്ങളും തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ, അങ്ങനെ വേണം ചിന്തിക്കാൻ. ഓക്കെ, അത് നിങ്ങളുടെ ക്രഷാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ ക്രഷും തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ, നിങ്ങളുടെ എക്സ് ആണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ എക്സ് തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ, ലവർ ആണെങ്കിൽ അങ്ങനെ, വൈഫാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അതേ രീതി തന്നെ ആ ഒരു വിഷയത്തിൽ, അതായത് നിങ്ങളും ആ പെണ്ണും തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ, ആ ഒരു സംഭാഷണത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, സംസാരിക്കുന്നുണ്ടായിരിക്കും. അതിൽ ആരാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ആ ഒരു ഇതിൽ നിങ്ങളുടെ രണ്ടുപേരും കാര്യത്തിൽ ആരാണോ അവോയ്ഡ് ചെയ്യപ്പെടുന്നത് അയാളായിരിക്കും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളാണ് ആ പെണ്ണിനെ അവോയ്ഡ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ രണ്ടുപേരുള്ള കാര്യത്തിൽ അവോയ്ഡ് ചെയ്യപ്പെടുന്ന അവളാണ്. അപ്പോൾ അപ്പർ ഹാൻഡ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, നിങ്ങളാണ് അവോയ്ഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അതായത് ആ പെണ്ണാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതെങ്കിൽ, അപ്പർ ഹാൻഡ് അവളുടെ ആയിരിക്കും. അതായത് കൺട്രോൾ അവളുടെ ഉള്ളവർ തോന്നും. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളൊരു ചോയ്സായിട്ട് സൈഡിൽ ഒതുക്കി നിർത്താമെന്നുള്ള ചിന്തയിലോട്ട് വരെ അവർ പോകും. മനസ്സിലായോ? അങ്ങനത്തെ ബിഹേവിയർ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ലോയർ വാല്യൂ, അതായത് നിങ്ങൾ തന്നെ സമ്മതിക്കുവാണ്, ഞാനും നീയും തമ്മിലുള്ള ആ ഒരു കേസിൽ, ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, ഞാനും നീയും തമ്മിലുള്ള ആ ഒരു കേസിൽ നീ ഹയർ വാല്യൂ ആണ്, നിൻ്റെ കയ്യിലാണ് കൺട്രോൾ മൊത്തം, ഞാൻ ലോയർ വാല്യൂ,
നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി വരാൻ വേണ്ടി നിൽക്കണം, ആ ഒരു ഫീൽ. ഓക്കെ, മനസ്സിലായി. ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും അവരുടെ ഉള്ളിൽ. അവർക്ക് അത് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, എവല്യൂഷൻ ഇതായിട്ട് തന്നെ ബെസ്റ്റ് മേറ്റിനെയാണ് പെണ്ണുങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ആണുങ്ങളും. ഓക്കെ, അപ്പോൾ അത് കാലം മാറി മാറി വന്നപ്പോൾ ആരെയാണ് ബെസ്റ്റായിട്ട് തോന്നുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളെ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നും? ഇല്ല. അത് എന്തോ ഒരു വിലയില്ലാത്ത സാധനമായിട്ട് തോന്നും. നമുക്ക് ആരെ ചേസ് ചെയ്യാൻ പറ്റും അതിനോടെ നമുക്ക് ഇഷ്ടം വരത്തുള്ളൂ. നമുക്ക് കിട്ടാത്തൊരു സാധനത്തിനോടെ ഇഷ്ടം വരത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില പയ്യന്മാരെ കാണും റിലേഷൻഷിപ്പിലാണെങ്കിലും എക്സ് വന്നൊന്നും മിണ്ടി, അല്ലെങ്കിൽ എക്സ് തിരിച്ച് വന്നിട്ട് വീണ്ടും പ്രപ്പോസ് ചെയ്താൽ വേണം ആ പെണ്ണിനെ കളഞ്ഞിട്ട് എക്സിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കും അവന്മാർ. അപ്പോൾ പെണ്ണുങ്ങൾ ഇത് തന്നെ. അതായത് പുതിയൊരു റിലേഷൻഷിപ്പിൽ വന്നാൽ പോലും മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വെച്ചോ, ആ റിലേഷൻഷിപ്പിൽ ആ പയ്യനാണ് അവളെ ബ്രേക്കപ്പ് ചെയ്തെങ്കിൽ ആ പെണ്ണ് ചിന്തിക്കുന്നത് ഇവനെ എനിക്ക് കിട്ടാത്തൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കിട്ടാത്ത സാധനം അവനൊരു 30% ഇൻട്രസ്റ്റ് കാണിച്ചാൽ ഈ പെണ്ണ് എന്ത് ചെയ്യുന്നു വെച്ചാൽ 100% ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഇപ്പോഴത്തെ കാമുവിനെ കളഞ്ഞിട്ട് മറ്റേ എൻ്റെ കൂടെ പോകും. മനസ്സിലായി? അവൻ പാസ്റ്റിൽ ടോക്സിക്കായിട്ട് പെരുമാറി അവൻ തന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയായിരിക്കും. പക്ഷേ ആ പെണ്ണിന് തോന്നുന്നത് ഇവനെ എനിക്ക് കിട്ടാത്തൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് എക്സ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കൂടെ തന്നെ പോകും. മനസ്സിലായി? അതായത് ഇപ്പോഴത്തെ കാമുവിൻ്റെ വികാരം ഒന്നും കണക്കിലെടുക്കാതെ അവൻ ചിലപ്പോൾ കരയുമായിരിക്കും, കെട്ടിത്തൂങ്ങി ചാവും എന്ന് പറയുക, ഒന്നും വകവയ്ക്കാതെ ആ എക്സിൻ്റെ കൂടെ പോകും. ആണുങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പോയിൻ്റിൽ നിന്ന് മാറുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബെസ്റ്റ് അല്ല, അവളാ ബെസ്റ്റ് എന്നുള്ള ഫീൽ കിട്ടും. അതായത് ശ്രദ്ധിച്ചേക്ക്, അവളുടെ കയ്യിലാ കൺട്രോൾ എന്ന് അതായത് കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് നിൻ്റെ കയ്യിലാണ് കൺട്രോള്, ഓക്കെ, നീയാണ് ഹയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവൾക്ക് എന്ത് ഫീൽ കിട്ടും? നിങ്ങൾ തന്നെ പറയുകയാണ് ഇൻഡയറക്റ്റായിട്ട് നീയാണ് ഹയർ വാല്യൂ എന്ന്. അതായത് നീയാണ് ഹയർ വാല്യൂ എന്ന് പറഞ്ഞാൽ അവളുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? നിങ്ങൾ ലോയർ വാല്യൂ എന്ന് ചിന്തിക്കും. അതായത് ആ പെണ്ണിന് കിട്ടേണ്ട ഫീല് എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ മിണ്ടുന്ന ആ പയ്യൻ, ഓക്കെ, നിങ്ങളും അവളും തമ്മിൽ മിണ്ടുന്ന ഒരു കേസിൽ നിങ്ങളാണ് ഹയർ വാല്യൂ എന്ന് തോന്നണം. കോൺവെർസേഷനിലും എല്ലാത്തിലും നിങ്ങൾ ഹയർ വാല്യൂ എന്ന് തോന്നിയാൽ അവർക്ക് ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. മനസ്സിലായി? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചേസ് ചെയ്തെങ്കിലും ഇരുന്നാൽ നിങ്ങളൊരു നോർമൽ വാല്യൂ ആയിട്ടെങ്കിലും കാണും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ വിലയിൽ നിന്ന് പിന്നെയും താഴോട്ട് നിങ്ങൾ ലോയർ ആവും. അതായത് നിന്നെക്കാളും താഴെയാണ് ഞാൻ എന്നൊരു ഫീൽ നിങ്ങൾ കൊടുക്കുന്ന പോലെ ഇരിക്കും. മനസ്സിലായി? അപ്പോൾ ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബെസ്റ്റ് അല്ലെന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ആരാ ചേസ് ചെയ്യുന്നത്? ഓക്കെ, ലോയർ വാല്യൂ ആണ് ചേസ് ചെയ്യുന്നത്. ഹയർ വാല്യൂ എന്ത് ചെയ്യും? ചേസ് ചെയ്യത്തില്ല, എന്തെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പം എന്ത് പറ്റും? കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുന്ന പോലെ തോന്നും. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും കംപ്ലയിൻറ്റ് ചെയ്യാതെ വേറെ എന്തോ ചെയ്യുന്നതെന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പെണ്ണിന് ഒരു 60% അല്ല ഒരു ആവറേജ് 50% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ. 50% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് ചോദിക്കാം. അതായത് 50% എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് നിങ്ങളോട് നല്ലപോലെ മിണ്ടുന്നൊക്കെ ഉണ്ട്. അതായത് മിണ്ടുമ്പോൾ നല്ലപോലെ മിണ്ടുന്നൊക്കെ ഉണ്ട്, നമുക്ക് ഓപ്പണായിട്ട് ചോദിക്കാം എന്ത് പറ്റി മിണ്ടായിരിക്കുന്നത്, ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോഴും വലുതായിട്ട് തോന്നത്തില്ല. നേരെ മറിച്ച് 50% താഴെയാണെന്ന് വിചാരിച്ചോ. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു ചോയ്സ് ഉള്ള ആളായിട്ട് ബിഹേവ് ചെയ്യണം. അപ്പോഴാണ് ചോയ്സ് ഉള്ള ആളായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നത്. നിങ്ങളെ ഇന്ന് വിളിച്ചില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ അതായത് ഒരു ദിവസത്തേക്ക്, അതായത് ഇന്നലെ വരെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരുമാതിരിയുള്ള രീതിയിലാണ് നിങ്ങളോട് പെരുമാറ്റം എന്ന് വെച്ചാൽ, അതായത് വിളിക്കുന്നില്ല, നിങ്ങളെ ഇച്ചിരി അവോയ്ഡ് ചെയ്യുന്ന പോലെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവൾ എത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നു അത്രത്തോളം ചെയ്യണമെന്നില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും ചോയ്സ് ഉള്ള പോലെ ഒരു ഫീൽ ആവൊക്കെ ഉണ്ടാകണം. ഓക്കെ, അത് കാണിക്കുന്ന പോലെ ഇരിക്കല്. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി. അവളോട് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അവളോട് ദേഷ്യമുള്ള പോലോ അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിച്ച പോലോ കാണിക്കല്ലോ. ഓക്കെ, ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവളുടെ ഉള്ളിൽ കൊടുക്കുന്ന ഫീല്, അതായത് നിങ്ങൾ അവളോട് മിണ്ടാതൊക്കെ ഇരിക്കുമ്പോഴും അവൾക്ക് തോന്നുവാണ് അവൾ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ അവൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന അല്ല അവോയ്ഡ് ചെയ്യുന്നത്, ഇത് നിങ്ങളെ ബാധിച്ച പോലെ ഫീൽ കിട്ടുന്നത് അവൾക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കിട്ടും. അതായത് എനിക്ക് ഇവൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് കിട്ടും. ഓക്കെ, അവൾക്ക് കിട്ടേണ്ട ഫീൽ എന്തോന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്താലും ഇവൻ്റെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, എന്നൊരു ഫീൽ വരണം. മനസ്സിലായോ? അതായത് ഇവൻ്റെ വീക്ക്നെസ് എന്തോന്നുമില്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, എന്ത് ചെയ്താലാണ് ഇവൻ വീക്കാവുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നണം. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഫീലാണ് അവൾക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഫക്റ്റ് ചെയ്യുന്ന പോലോ അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ച പോലെ ഒന്നും കാണിക്കരുത്, വിഷമമുള്ള പോലെ കാണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ പോലെ നിങ്ങളെ ബാധിച്ച പോലെ ഒന്നും കാണിക്കാതെ സാധാരണ പോലെ ചെന്ന് വേറെ പെണ്ണുങ്ങളോട് മിണ്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചില ദിവസമൊക്കെ അവൾ ആക്റ്റീവായിട്ട് എന്നിട്ട് നിങ്ങൾ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഹായ് ഇട്ടിട്ട് തിരിച്ചവൾ ഹായ് ഇടുമായിരിക്കും. അന്നത്തെ ദിവസം ഹായ് വേണമെങ്കിൽ സീൻ ചെയ്തിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവൾ നമ്മുടെ അടുത്തോട്ട് വരുമായിരിക്കും, വേറെ എന്തെങ്കിലും ആവശ്യമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചുമ്മാ ഞാൻ പറയാം, ഏതെങ്കിലും ഒരു സ്റ്റോറി എന്നിട്ടാ നീ ഇതിലൊന്നും മെൻഷൻ ചെയ്യ്, അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടിട്ട് ലൈക്ക് കമൻറ്റ് ഷെയർ അങ്ങനെ എന്തെങ്കിലും, അതുപോലെ എന്തെങ്കിലും നമ്മളോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടോ നമ്മളോട് മിണ്ടാനോ പേഴ്സണലൊന്നുമല്ല, എന്തോ ഒരു കാര്യത്തിന് ചുമ്മാ വരുമായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് സീൻ ചെയ്തിട്ട് അങ്ങ് വിട്, റിപ്ലൈ ഒന്നും കൊടുക്കണ്ട. ഈ ഒരു കാര്യം കൊണ്ട് അവൾക്ക് ഇൻട്രസ്റ്റ് കുറയാനൊന്നും പോകുന്നില്ല. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
വേറെ പെണ്ണുങ്ങളോട് മിണ്ടണം. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവളെക്കാളും ഭംഗിയുള്ള ഒരു പെണ്ണിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ സെൽഫി ആയിട്ടിടുക. അതായത് നിങ്ങൾ വേറെ പെണ്ണോടെ നിൽക്കുന്ന പോലെ. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇടുന്ന ഫോട്ടോയിൽ ആ പെണ്ണിനോട് ചാരി ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കൽ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ആ പെണ്ണ് ജസ്റ്റ് ചാരി ഇരിക്കുന്ന പോലെ ഇരുന്നാൽ കുറച്ചുകൂടെ ഇതായിരിക്കും. അതുപോലെ ഒരുപാട് ക്ലോസ് ആവണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലവറൊന്നും അല്ല നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നെങ്കിൽ ക്ലോസ് ആയിട്ട് തന്നെ ഇരുന്ന് ഫോട്ടോ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വേറെ പെണ്ണുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അതേ ആണുങ്ങളോടായിരിക്കും. ഇപ്പോഴും ആണുങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് അവന്മാരിപ്പോൾ ഒരു പെണ്ണിനോട് മിണ്ടുന്നു, ഒരു ക്രഷിനോട് മിണ്ടുന്നു, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയെന്ന് വെച്ചോ, ഈ പെണ്ണിൻ്റെ മുന്നേ വെച്ച് വേറൊരു പെണ്ണുങ്ങളോട് മിണ്ടത്തില്ല. ഓക്കെ, നിങ്ങൾ കമ്മിറ്റഡ് ആയെങ്കിൽ വേറൊരു പെണ്ണുങ്ങളോട് ഒരുപാട് ക്ലോസ് ആയിട്ട് മിണ്ടണ്ട, ജസ്റ്റ് മിണ്ട്. നിങ്ങൾ ക്രഷാണ്, ഓക്കെ, ക്രഷിനോടൊക്കെ മിണ്ടുവാണെങ്കിൽ നിങ്ങൾ അവളുടെ മുമ്പിൽ വെച്ച് വേറൊരു പെണ്ണിനോട് മിണ്ടി ഇവള് എന്തോ അകന്നു പോയല്ലോ എന്ന് വെച്ചിരിക്കും. നിങ്ങൾക്ക് സൈക്കോളജി അറിയത്തില്ല. ഇപ്പോഴും ആരെങ്കിലും ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ. വേറെ പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ആണുങ്ങളോടെ അട്രാക്ഷൻ വരത്തുള്ളൂ, മനസ്സിലായോ? അതായത് ഇത് സെയിൽസിൻ്റെ സൈക്കോളജി ആയിട്ട് നല്ലൊരിതുണ്ട്. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ അവർക്കും വേണ്ടെന്ന് തോന്നും. ഓക്കെ, ഒരുപാട് പേര് വാങ്ങുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ടെന്ന് വെച്ച് നമ്മളെന്ന് വാങ്ങിപ്പോവും. ഓക്കെ, ഈവൻ തോ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് ആ പ്രോഡക്റ്റ് കാണുവാണ്, അത് വാങ്ങാനൊന്നും ആരുമില്ല, അവൻ ചുമ്മാ ഇങ്ങനെ ഒരുപാട് പേരോട് ചോദിക്കുന്നു, ചിലർ വാങ്ങുന്നത് ചിലർ വാങ്ങുന്നില്ല എന്നുള്ളൊരു ഫീലാണെങ്കിൽ നമുക്ക് വാങ്ങാൻ തോന്നത്തില്ല. ഓക്കെ, ഒരു സാധാരണ പ്രോഡക്റ്റ് ഒന്നും ആയിരിക്കും. നേരെ മറിച്ച് ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ ഒരുപാട് പേര് അടുത്ത് പോകുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, വീണ്ടും വാങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ഫീലാവുമെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ എന്തോ റീസൺ ഉണ്ടെന്ന് തോന്നും. വേറെ പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന അതേ ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മറ്റ് പെണ്ണുങ്ങൾക്ക് ഇവനോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ എന്തോ എൻ്റെ കയ്യിലുണ്ട്, ഓക്കെ, ഇവനൊരു വാല്യൂ ഉണ്ടെന്ന് ചിന്തിക്കും. ഈവൻ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ വേറൊരു പെണ്ണിനോട് വേണ്ടിയിട്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയാമെന്ന് വെച്ചോ, ഓക്കെ, അപ്പോഴും ആ പെണ്ണിന് നിങ്ങളോട് ഒരു ബേസിക് ഇൻട്രസ്റ്റ് തുടക്കത്തിലേ വരും. ഇത് വേറൊരു കോൺസെപ്റ്റാണ്, വലിയ കോൺസെപ്റ്റ് ഒന്നുമല്ല. ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇത് നടക്കട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പെണ്ണിനും വേണ്ടാത്ത പയ്യൻ എന്നുള്ള ഫീൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളോട് ഇഷ്ടം വരത്തില്ല. നിങ്ങൾ ഡാൻ ബിൽജനെ നോക്ക്. ഡാൻ ബിൽജൻ എപ്പോൾ നോക്കിയാലും ബിക്കിനിയൊക്കെ ഇട്ടുകൊണ്ട് കുറേ പെണ്ണുങ്ങൾ എപ്പോഴും അവൻ്റെ 4 സൈഡിൽ. ഓക്കെ, മനസ്സിലായി? ഇത് കണ്ടാലും അവൻ പോയി ഒരു പെണ്ണിനെ മെസ്സേജ് ഇട്ടാൽ അവൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും. സത്യത്തിൽ ഒരു പെണ്ണ് ചിന്തിക്കേണ്ട എങ്ങനെ, ഇവൻ പ്ലേ ബോയ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ വേറെ ആണെങ്കിൽ പോലും ഒരു പെണ്ണ് ചിന്തിക്കേണ്ട എങ്ങനെ, ഇവൻ വെറുതെ സെക്സിന് വേണ്ടി മാത്രമാണ് മെസ്സേജ് ഇടുന്നത് എന്ന് ചിന്തിക്കുന്നതിന് അവൾ ചിന്തിക്കുന്നത് ഇത്രയും പയ്യന്മാർ ഇത്രയും പെണ്ണുങ്ങൾ ഇവൻ്റെ പുറകെ പോകണമെങ്കിൽ ഇവന് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇവനാണ് ഹയർ വാല്യൂ. ഓക്കെ, അതുകൊണ്ടാണ് ഓൾറെഡി എന്നെക്കാളും ഭംഗിയുള്ള പെണ്ണുങ്ങൾ ഇവനിൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിൽ, മനസ്സിലായി? അവനോട് പോയി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും, അവനോട് അങ്ങോട്ട് പോയി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും, മനസ്സിലായി? അവനെ പോയി ചേസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവളുടെ അത്രയെങ്കിലും ഭംഗിയുള്ളത്, ഇല്ല അവളെക്കാളും ഭംഗിയുള്ള ഒരു പെണ്ണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കി അവിടെ പോയി ഇത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങളോട് പോയി മിണ്ട്, അവളോട് പ്രേമിക്കണം ആ ഒരു ഐഡിയ വേണ്ട, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പോയി മിണ്ട്. കുറേ നേരം മിണ്ടുക, 2 ദിവസം പരിചയമാകുമ്പോൾ ഒരു സെൽഫി എടുത്തോട്ടെന്ന് ചോദിച്ചാൽ എടുത്ത് തരും. അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആകുന്ന അനിയത്തിമാർ ആരെങ്കിലും ഉണ്ട്, അവർക്കറിയത്തില്ലല്ലോ അനിയത്തിയാണെന്നോ ചേച്ചിയാണെന്ന്, അതിലുള്ള ഏതിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അറ്റ്ലീസ്റ്റ് അവളുടെ അത്രയെങ്കിലും ഭംഗിയില്ല അവളെക്കാളും ഭംഗിയുള്ള പെണ്ണുങ്ങളായിരിക്കണം തായോളികൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മൈൻഡ് വന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതൊരു ലൈനായിട്ട് ഞാനങ്ങ് പറയാം, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിനോട് ചോദിച്ചൊരിക്കലും ഒരു കാര്യം വാങ്ങല്ലോ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പെണ്ണിനോട് ചോദിച്ച് ഇപ്പോൾ അറ്റൻഷൻ ആയാലും എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എനിക്കൂടെ മെസ്സേജ് ഇട്, എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ഇങ്ങനെ നമ്മൾ ചോദിക്കുമെന്ന് വെച്ചോ. നമുക്ക് ഒരു ഗേളിനോട് ഇതൊക്കെ ചോദിച്ച് വാങ്ങുന്നത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കിയോ. ഞാനൊരു 2-3 ഫിസിക്സിൻ്റെ 2-3 ലൈൻ പോലെ പറയാം. ഒരു ഗേളിന് ഒരു കാര്യം തരാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വെച്ചോ, അതായത് ഒരു ഗേളിനോട് നിങ്ങളൊരു കാര്യം ചോദിച്ച് വാങ്ങേണ്ടി വന്നെന്ന് വെച്ചോ, അതിൻ്റെ അർത്ഥം അവൾക്ക് അത് തരാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടി വരുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ തന്നെ തരേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആക്കുന്നില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ തന്നെ തരേണ്ടതാണ്. ചോദിക്കുമ്പോൾ തന്നെ ആലോചിച്ചോ, അവൾക്ക് അത് തരാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ ഇല്ലെന്ന് അർത്ഥം, മനസ്സിലായോ? അതായത് നിങ്ങളോട് ഒന്നുകിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ഇൻട്രസ്റ്റ് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ നിങ്ങളോട്, ഇതാ അർത്ഥം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളെ ചീപ്പായിട്ട് കാണാൻ തുടങ്ങും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് തന്നെ അറിയാം ചോദിച്ച് വാങ്ങുന്നത് എത്രത്തോളം ഒരു നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഇതാണ്,
ഇപ്പോൾ ഫീമെയിലിലെ സൈക്കോളജി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരു ഗേളിന് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ അവൾ നമ്മളെ ചീപ്പായിട്ട് വിചാരിക്കും. മനസ്സിലായി? അതായത് നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമല്ലാത്തൊരു പ്രോഡക്റ്റ് ഞാൻ വിൽക്കാൻ വേണ്ടി ഇപ്പോൾ ബില്ലൊക്കെ അടിച്ചുകൊണ്ടിരുന്ന എന്ത് ഫീലായിരിക്കും നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോഴേ നിങ്ങൾ പറയുവാണ് ഇന്ന് വരണ്ട, എൻ്റെ ഓഫീസിലൊന്നും വരല്, എനിക്ക് ആ പ്രോഡക്റ്റ് വേണ്ട എന്ന് പറയാം. അപ്പോൾ ഞാൻ പറയും ഇല്ല സാറേ ഞാൻ വരും, ഞാൻ നാളെ വരും, വന്ന് ഞാൻ അടിപൊളിയായിട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് രാവിലെ വന്ന് നിങ്ങൾ കാണുവാണ് ഞാൻ താഴെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ഫീലായിരിക്കും എന്ന് വെച്ചാൽ ചീപ്പായിട്ട് വിചാരിക്കും എന്നെ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിയോ? ഒരു ഗേളിന് ഇൻട്രസ്റ്റേ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചോദിച്ച് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ചീപ്പാവും. ഒരു ഗേളിനോട് ചോദിക്കേണ്ടി വരുമ്പോൾ തന്നെ ആലോചിച്ചോ, അത് ആ ഗേളിന് ഇൻട്രസ്റ്റ് അത് ഇല്ലെന്ന് അർത്ഥം. ഓക്കെ, അതായത് നിങ്ങളോട് എന്നേക്കുമായിട്ടില്ലെന്നല്ല, അപ്പോഴ് നിങ്ങളോട് ലോ ഇൻട്രസ്റ്റ് നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയതുള്ളായിരിക്കും, ആ ഇൻട്രസ്റ്റ് ഡെവലപ്പായി വരുന്നതുള്ളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചുമ്മാ പറയാം. നിങ്ങളിപ്പോൾ പറയുവാണ് എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്ന് നിങ്ങൾ പറയുമെന്ന് വെച്ചോ. മനസ്സിലാക്കിയോ? ഓൾറെഡി നിങ്ങളോട് മുമ്പ് നല്ല ഇൻട്രസ്റ്റ് നിന്ന ആൾ ഇപ്പോൾ പ്രയോറിറ്റി കുറച്ച് തരുന്ന കേസായിരിക്കും ചിലരുടേതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിണ്ടി തുടങ്ങിയതുള്ളായിരിക്കും. ഓക്കെ, മിണ്ടി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തരാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് രണ്ട് രീതിയിലായിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കേണ്ടി വരുന്ന കാര്യം. ഓക്കെ, നിങ്ങൾ ചോദിച്ച് വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒന്നുകിൽ നിങ്ങൾക്ക് മുമ്പേ തന്നുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇതുവരെ ആദ്യമായിട്ട് പോലും കിട്ടിയിട്ടില്ല. ഓക്കെ, ആ ഒരു ഇത് ഞാൻ വേറെ വലിയ കാര്യമൊന്നുമല്ല പറയുന്നത്. പ്രയോറിറ്റി തരുന്നത്, നമ്മളെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത്, ഓക്കെ, നമ്മളോടുകൂടെ ഒന്ന് മിണ്ടുന്നത്, നമുക്ക് റിപ്ലൈ തരുന്നത്, ഇതുപോലത്തെ കാര്യങ്ങൾ. ഈ രണ്ട് കേസിലായാലും അവരെ തരുന്നില്ല ആലോചിച്ചോ, അവർക്ക് ഇപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇൻട്രസ്റ്റ് ലോ ആയി നിൽക്കുന്നു, അങ്ങനെ ആലോചിക്കുക. അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഡെവലപ്പായി വരുന്നുള്ളതെന്ന് ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ചോദിച്ചെന്ന് വെച്ചാൽ അട്രാക്ഷൻ ഇൻക്രീസ് ആവത്തില്ല. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ അട്രാക്ഷൻ ഇൻക്രീസ് ആവത്തില്ല. ഓക്കെ, അട്രാക്ഷനൊരു റൂളുണ്ട്, അതനുസരിച്ച് അത് ഇൻക്രീസ് ആവത്തുള്ളൂ. ഇപ്പോൾ ഗ്രാവിറ്റിക്ക് ഒരു റൂളുണ്ട്. ഗ്രാവിറ്റി നിങ്ങളിപ്പോൾ തേങ്ങ താഴോട്ട് വരുന്നത് നിങ്ങളവിടെ കുത്തിയിരുന്ന് കരഞ്ഞാൽ തേങ്ങ മേലോട്ട് പോകത്തില്ല. ഗ്രാവിറ്റിക്ക് ഒരു റൂളുണ്ട്, അതനുസരിച്ച് അത് വർക്ക് ആവത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അട്രാക്ഷൻ ഒരു റൂളുണ്ട്. നിങ്ങൾ നോക്കണം, നിങ്ങളോട് ഇപ്പം ലോ ഇൻട്രസ്റ്റ് നിൽക്കുവാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഹൈ ഇൻട്രസ്റ്റ് വരും. വീണ്ടും എന്ത് ചെയ്യും, അവർക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി തരാനുള്ള താല്പര്യം വീണ്ടും തിരിച്ചു വരും. നിങ്ങൾക്ക് അറ്റൻഷൻ തരാനുള്ള താല്പര്യം വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെ വേണം ആലോചിക്കാൻ. മനസ്സിലായി? അതല്ല നിങ്ങളോട് ജസ്റ്റ് മിണ്ടി തുടങ്ങിയതുള്ളൂ, നോർമൽ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ ചോദിച്ച് വാങ്ങുന്നില്ലായിരിക്കും. എന്നെ കൂടെ നോക്ക്, ചോദിക്കേണ്ടി വരുമ്പോൾ തന്നെ നിങ്ങൾ ചീപ്പായിട്ട് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പം എന്നോട് ആ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് പ്രയോറിറ്റി തരണമെങ്കിൽ എന്നോട് ഒരു നല്ല ഇൻട്രസ്റ്റ് വന്നാൽ എനിക്ക് പ്രയോറിറ്റി തരാൻ തുടങ്ങും. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇങ്ങനെ വേണം ആലോചിക്കാൻ. മനസ്സിലായി? പിന്നെ നിങ്ങൾ ചോയ്സ് ഉള്ള ആളായിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ചോയ്സായിട്ട് പെരുമാറുമ്പം നിങ്ങൾ എന്തൊക്കെയോ അയ്യോ ഇതുവരെ അവളെ ഞാൻ ചേസ് ചെയ്തല്ലോ, ഇതുവരെ ഇങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ, ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറെടുത്ത് കളഞ്ഞു പോകണം. അതായത് ലോജിക്ക് എന്ന് പറയുന്നൊരു മൈരെ അവളുടെ ഒരു കേസിൽ വരത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഫീമെയിൽ അട്രാക്ഷനിൽ ലോജിക്കില്ല. ഓക്കെ, ഇത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പം മുതൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, ഇതാണ് മാറ്റർ. ഓക്കെ, മുമ്പെല്ലാം നിങ്ങൾ ടക്ക് എന്ന് റിപ്ലൈ കൊടുത്തു, ഇപ്പം നിങ്ങൾ റിപ്ലൈ ഇച്ചിരി സ്ലോ ആയിട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ചില റിപ്ലൈ ഹായ് അല്ലെങ്കിൽ ഉമ്മെന്നൊക്കെ ഉള്ള മെസ്സേജിന് നിങ്ങൾ തിരിച്ച് ഉമ്മിടുന്നില്ല, അത് കണ്ടില്ലെന്നടിക്കുന്നു. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഇമേജ് മാറാൻ തുടങ്ങും. അതായത് നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെക്കുറിച്ച് ഒരു പെണ്ണ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. ഓക്കെ, അതിന് നിങ്ങൾ ട്രൈ ചെയ്യില്ല. നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തിക്കണം എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ എന്ത് ഫീൽ ചെയ്യുന്നു, ഇതാണ് കാര്യം. മനസ്സിലായി? അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കുന്നു, ഇന്നലെ വരെ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് പോലെ നിങ്ങൾ കംപ്ലയിൻ്റ് ഇല്ല. ഓക്കെ, ഒരു പ്ലേ ബോയ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഒരു പ്ലേ ബോയ് പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു, അവൻ എന്ത് ചെയ്യും, മിണ്ടുന്നെങ്കിൽ ഇങ്ങോട്ടൊന്നും മിണ്ടുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഇടവിട്ടൊക്കെ നിങ്ങൾ പോയി ഹായ് ഇടുക, അതും റിപ്ലൈ തരുന്നില്ല, പിന്നെ ഹായ് ഇടണ്ട. ഓക്കെ, മനസ്സിലായി? നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു 1-2-3 ആഴ്ച നിങ്ങളുടെ ക്യാരക്ടറിൽ നിങ്ങൾക്ക് തോന്നുന്നു ഇത്ര ഇതുണ്ട്, ആ മിസ്റ്റേക്കെല്ലാം നിങ്ങൾ തിരുത്തുക. ഓക്കെ, പെണ്ണുങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ, ഇതാണ് മാറ്റർ. ഓക്കെ, ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഇതൊന്നും അറിയണ്ട. ഓക്കെ, ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്താൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് വരും. ഇപ്പം മുതൽ നിങ്ങൾ തെറ്റായിട്ട് ബിഹേവ് ചെയ്താൽ ഉള്ള ഇൻട്രസ്റ്റോടെ പോകും. മനസ്സിലായി? നിങ്ങൾ കണ്ടിട്ടില്ലേ, ട്രൂ ലവ് ജീവനോല് സ്നേഹിച്ച കേസൊക്കെ ഉണ്ടല്ലോ, കാമുകന്മാർ കുറച്ച് നാൾ കഴിഞ്ഞ് ആ പെണ്ണ് എന്ത് ചെയ്യും, മൊത്തം ഇൻട്രസ്റ്റും പോയിട്ട് അകന്നു. അതായത് ആ പെണ്ണ് ലവ് തുടങ്ങിയ സമയത്ത് ആ പെണ്ണ് പറയാം എടാ നീ എന്നെ ഒരിക്കലും വിട്ടുപോലെ എന്നൊക്കെ പറഞ്ഞ് അത്രയും പേക്കിൽ നിന്ന പെണ്ണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇല്ല എനിക്ക് നിന്നോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് നമ്മൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്താലും നമ്മുടെ കൂടെ നിൽക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഇതാണ് മാറ്റർ. അന്ന് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു, അന്ന് നിങ്ങളോട് വിട്ടു പോകലെന്ന് പറഞ്ഞ് ഇതൊന്നും അവരിപ്പോൾ ആലോചിക്കത്തില്ല, അവർക്ക് ലോജിക്കില്ല. ഓക്കെ, ആണുങ്ങളെ ലോജിക്കലി ചിന്തിക്കുന്ന ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ, പക്ഷേ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ലോജിക്കുന്ന 0%. ഓക്കെ, മനസ്സിലായി? അപ്പോഴേ
അവർ ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു വർഷം മുമ്പ് നിങ്ങളോട് ജീവനായിട്ട് ഇഷ്ടം കാണും. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് പോവും. ഓക്കെ. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചേസ് ചെയ്ത് അവർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞേക്കുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ ഒരു മാസമായിട്ട് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എന്തൊരു ഒരു മാസത്തിനുള്ളിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല നിങ്ങളെക്കുറിച്ച് എന്ത് ഫീൽ ചെയ്യുന്നെന്നുള്ളതാണ് കാര്യം. ഓക്കെ. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എന്ത് പറ്റും? നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്ന മാറാൻ തുടങ്ങും. ഓക്കെ. മനസ്സിലായി. ഇപ്പോൾ അർജുൻ എന്നാണ് പേരെങ്കിൽ അർജുൻ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് മാറാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ഇമേജ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ മുമ്പൊക്കെ എപ്പോൾ കണ്ടാലും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊക്കെ പോയി മിണ്ടുമെങ്കിൽ ഇപ്പോൾ അത് കുറയ്ക്കുക. മനസ്സിലായി. മുമ്പൊക്കെ എപ്പോൾ കണ്ടാലും നിങ്ങളാണ് അങ്ങോട്ട് പോയി മിണ്ടുന്നതെങ്കിൽ ചില സമയത്ത് അവളെ വിട്ടിട്ട് വേറെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. കണ്ടാലും മിണ്ടണ്ട. ചില സമയത്ത് കണ്ടാൽ നിങ്ങൾ അപ്പം തന്നെ ഹായ് കാണിക്കുമെങ്കിൽ ചില സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും പേഴ്സണൽ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്തെങ്കിലും ഗോൾ വേണോ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറയുന്നില്ല. ഗോൾ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ എന്ത് പറ്റും? അവൾക്ക് എന്ത് ഫീൽ കിട്ടുമെന്ന് വെച്ചാൽ അവളെക്കാളും പ്രയോറിറ്റി നിങ്ങൾ വേറെ കാര്യത്തിന് കൊടുക്കുന്നുണ്ടെന്നുള്ള ഫീൽ കിട്ടും. മനസ്സിലായി. അതല്ലാതെ എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ അവൾക്ക് പ്രയോറിറ്റി കൊടുത്താൽ നിങ്ങൾ ഈസി ആയിട്ട് കിട്ടി. നിങ്ങൾ ഇനി എന്തോ നിങ്ങളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? ഓക്കെ. അവളൊന്നും ചെയ്യാതെ നിങ്ങൾ ഈസി ആയിട്ട് കിട്ടി. ഓക്കെ. എഫേർട്ട് എന്ന് പറയുന്നൊരു സാധനം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുന്നേ ഇല്ല. മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളെ ഈസി ആയിട്ട് കിട്ടുന്ന പോലെ തോന്നും. വേറൊരു പയ്യൻ ചിലപ്പോൾ എപ്പോഴും റിപ്ലൈ കൊടുക്കത്തില്ല. ഒരു ദിവസം കഴിഞ്ഞ് റിപ്ലൈ കൊടുക്കും. അപ്പോൾ അവന് കിട്ടാത്ത സാധനമായിട്ട് കാണും. അവൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. മുമ്പ് എക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ. മനസ്സിലായി. അപ്പോൾ കംപ്ലയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇനി ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം. ഓക്കെ. മനസ്സിലായി. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അതായത് ആ പെണ്ണിന് ഇൻട്രസ്റ്റ് നല്ലപോലെ കുറച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാളിനോട് നമ്മൾ വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി രണ്ടുപേരും വെറുത്തുകൊണ്ടിരിക്കും. ഓക്കെ. മനസ്സിലായി. ഇപ്പം ചില റിലേഷൻഷിപ്പൊക്കെ വഴക്ക് കാരണം ബ്രേക്കപ്പ് ആവും. ആ വഴക്ക് കാരണം ബ്രേക്കപ്പ് ആവുന്ന റിലേഷൻ നോക്കിയാൽ മതി. ഒരു 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 മാസമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരിക്കും. ഓക്കെ. അത് നല്ല വഴക്കായിരിക്കും. ടോക്സിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കും. ചെറിയ വഴക്കൊക്കെ റിലേഷൻഷിപ്പിൽ വേണം. ടോക്സിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരുന്നാൽ രണ്ടുപേരും മാറ്റി വെറുത്തുകൊണ്ടിരിക്കും. ഓക്കെ. എന്തൊരു മാറ്റി അവർ ഇമോഷണലി ആകുന്നുകൊണ്ടിരിക്കും. ഇപ്പം മാരീഡ് ആയിട്ടുള്ള കേസൊക്കെ എടുത്താൽ ഒരു വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വഴക്കൊക്കെയാണെന്ന് വെച്ചോ, എല്ലാ ആഴ്ചയും വഴക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ ഡിവോഴ്സ് എന്നുള്ള ഐഡിയയിലോട്ട് അവർ വരും. ഞാൻ പറഞ്ഞത് ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. എനിക്ക് കംപ്ലയിൻറ്റിനേക്കാളും വലിയ മിസ്റ്റേക്ക് രണ്ടും ഒരുപോലെ തന്നെ, എല്ലാം ചേസിങ് തന്നെ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പെണ്ണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന എപ്പോഴാണ്? നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുമ്പോഴേ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നമ്മൾ ലോജിക്കായിട്ട് സംസാരിച്ചോ അല്ലെ ഓക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതായത് അവർക്ക് അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യം ചെയ്യുന്നതിന് പകരം നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിന് വേണ്ടി വേറെ എന്ത് ചെയ്താലും ചെന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഴയ പോലെ മിണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എന്ത് പറ്റും? അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്താലും ചേസ് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ. ചേസ് ചെയ്താലും നിങ്ങൾക്ക് വിലയില്ലാത്ത പോലെ തോന്നും. ഓക്കെ. അവർക്ക് ലോയർ വാല്യൂ തോന്നിയാൽ നിങ്ങളോട് ഇഷ്ടം വരത്തില്ല. ഇത് പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. ഇപ്പോൾ ചില ആണുങ്ങളുണ്ട് ആർഗ്യുമെൻ്റ് ചെയ്ത് വഴക്കിട്ടുകൊണ്ടിരിക്കും. അതായത് ഇന്നലെ എന്താ എനിക്ക് മെസ്സേജ് ഇടാത്തത്, ഇന്നലെ ആക്റ്റീവ് ആയിരുന്നില്ല, ഇന്നലെ മറ്റേ പയ്യൻ നിനക്ക് മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞല്ലോ, മറ്റേ പയ്യന് നീ തമ്മിൽ സംസാരിച്ചെന്ന് അവൻ എന്നോട് പറഞ്ഞല്ലോ, ഓക്കെ നിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ ഇന്നലെ നീ ആക്റ്റീവ് ആയിരുന്നു, ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, അവരായിട്ട് ഓഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എന്താ എനിക്ക് മെസ്സേജ് ഇടാതിരുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വഴക്കിട്ടുകൊണ്ടിരിക്കും. ഓക്കെ. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരുമായിരിക്കും, അപ്പോൾ ചില പയ്യന്മാരെങ്ങനെ ഒരു പെണ്ണിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ, അവളുടെ പാസ്വേഡൊക്കെ വാങ്ങി വയ്ക്കുന്നുണ്ട്, അവളെ ഓൺലൈനിൽ കയറലെന്ന് പറഞ്ഞ് അവളെ വഴക്ക് ഇട്ട് നിർത്തുന്നുണ്ട്, അവൻ പറഞ്ഞാൽ അവൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കത്തില്ല, അവൻ പറഞ്ഞാൽ വാട്സപ്പ് ഉപയോഗിക്കത്തില്ല, അങ്ങനെയൊക്കെ പറയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു 80% അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഒരു പെണ്ണിന് നിങ്ങളോട് നല്ല ക്ലോസ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ വിട്ടുപോകും. ഓക്കെ. നിങ്ങൾ പറഞ്ഞ കിട്ടില്ലേ നിങ്ങളെ വിട്ടുപോകുന്ന ഒരു ഐഡിയ ആണ്. ഓക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ അത് റിലേഷൻഷിപ്പിലൊക്കെ ചില പയ്യന്മാരുണ്ട് നല്ലപോലെ കൺട്രോൾ ചെയ്യും. ഓക്കെ. ആ പയ്യന്മാരോട് 100% ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ പയ്യന്മാർ വിട്ടുപോകാൻ പാടില്ലെന്ന് വെച്ചാൽ എല്ലാം അനുസരിക്കും. ഓക്കെ. അതവൾ ഗതികേട് കൊണ്ട് ചെയ്യുന്നതല്ല, അവൾ സന്തോഷത്തോടെ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് ഒരു പെണ്ണിന് 100% ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കും. നമ്മൾ പറയുന്ന പാഡ് യൂസ് ചെയ്യും വേണമെങ്കിൽ. ഓക്കെ. അതുവരെ അവൾ കേൾക്കും. ഇതിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ. അതായത് കണ്ടിട്ടില്ലേ വീട്ടുകാരെ വിട്ടിട്ട് വരെ ഒരു പെണ്ണ് എന്തുകൊണ്ട് ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു വെച്ചാൽ ഒരു 100% ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അവർ ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയയിലായിരിക്കും അവരിയ്ക്കുന്നത്. ഓക്കെ. മനസ്സിലായി. അത്രത്തോളം ഒബ്സസീവ് ആയിരിക്കും, അഡിക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞാലൊന്നൊരു ഐഡിയ ആയിരിക്കും. അതുകൊണ്ടാണ് അതൊക്കെ അനുസരിക്കുന്നവരൊക്കെ. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗേളിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു, ഒരു ഗേൾ നമ്മളോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്നു. ഓക്കെ. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ പോയി വഴക്കിടുമെന്ന് വെച്ചോ, ഒരു പെണ്ണ് നിങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ വഴക്കിട്ടോ, കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരം വരെ നീ ലേറ്റ് ആയോടാൻ അല്ലെങ്കിൽ ആ പയ്യനോട് നീ എന്തിനാ മിണ്ടുന്നതെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കും. കാരണം നിങ്ങൾ വിട്ടുപോകുന്നുള്ളൊരു പേടിയാണോ എപ്പോഴും.
ഓക്കെ. നേരെ മറിച്ച് നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറഞ്ഞേക്കുമെന്ന് വെച്ചോ, നിങ്ങൾ വിട്ടു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ പോയി വഴക്കിടല്. ഓക്കെ. ഓപ്പണായിട്ട് സംസാരിച്ചു. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ച് 1 2 തവണ, അതിൽ കൂടുതൽ അതും പാടില്ല. ഓക്കെ. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് ഇതിൽ കൂടുതൽ ഓപ്പണായിട്ട് സംസാരിച്ചാൽ ഞാൻ എൻ്റെ നട്ടെല്ലാം വിളച്ചേക്കുന്ന പോലെ തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് നിർത്തിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആർഗ്യുമെൻ്റ് ചെയ്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. മനസ്സിലായി? അതായത് നിങ്ങളോട് ലോ ഇൻട്രസ്റ്റ് നിൽക്കുമ്പോഴേ, അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും നിങ്ങളോട് ലോ ഇൻട്രസ്റ്റ് നിൽക്കുമ്പോഴേ അവർ ചിന്തിക്കുന്നത് ഈ മരുന്നാരെ എന്നെ കൺട്രോൾ ചെയ്യാൻ എന്നൊരു ഐഡിയ ആയിരിക്കും. അതായത് ചില കേസൊക്കെ ഉണ്ട്. ഇപ്പം പെണ്ണുങ്ങൾ, അതായത് ലവർ മൊബൈൽ ലോക്ക് അഴിച്ച് തരുന്നില്ല, അല്ലെങ്കിൽ ലവർ പാസ്വേഡ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ക്ലയൻറ്റുകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരോട് നോക്കുമ്പോൾ ആ പെണ്ണിന് ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുമായിരിക്കും. ഓക്കെ. ഇൻട്രസ്റ്റ് എന്തെങ്കിലും കാര്യം ചെയ്ത് ഇൻട്രസ്റ്റ് കൂട്ടിയെടുത്താൽ എന്ത് പറ്റും? ഇൻട്രസ്റ്റ് കൂടുമ്പോൾ അവൾക്ക് തന്നെ ആ പയ്യനോട് നല്ലൊരു ഇഷ്ടം തോന്നും. അവൻ എന്ത് പറഞ്ഞാലും കേൾക്കും. പാസ്വേഡല്ല എന്ത് വേണമെങ്കിലും കൊടുക്കും. ഓക്കെ. ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞേക്കുവാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞേക്കുമ്പോൾ അവൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവനൊക്കെ എന്തിനാ എന്നെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് ഞാൻ പാസ്വേഡ് കൊടുക്കുന്നത് എന്നൊരു ഐഡിയ ആയിരിക്കും. അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഇൻട്രസ്റ്റ് കുറഞ്ഞേക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50% വരുന്നവരെ കുഴപ്പമില്ല. 50% എന്ന് പറഞ്ഞാൽ വേണോ വേണ്ട എന്നുള്ളൊരു ഐഡിയ. ഓക്കെ. അതായത് ഇവനെ റിലേഷൻഷിപ്പിൽ ഒരുപാട് അഡിക്റ്റും അല്ല, പക്ഷേ ഇവനെ ബ്രേക്കപ്പ് ചെയ്ത് വിട്ട് കളയാനും തോന്നുന്നില്ല. ഓക്കെ. വേണോ വേണ്ടെന്നുള്ളൊരു ഐഡിയ ആയിരിക്കും. അപ്പോഴും നിങ്ങളെ ജീവിതത്തിൽ നിന്ന് മൊത്തത്തിൽ എടുത്ത് കളയാൻ അവൾക്ക് തോന്നത്തില്ല. അതുകൊണ്ട് അവൾക്ക് നിങ്ങളോട് ഇഷ്ടവും കാണും, പക്ഷേ പാസ്വേഡ് പറയത്തുമില്ല. ഓക്കെ. അല്ലെങ്കിൽ ലോക്ക് അഴിക്കാനോ ഫോൺ നോക്കാനോ സമ്മതിക്കത്തുമില്ല. അതായത് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവനൊക്കെ എന്തിനാണ് ഞാൻ എൻ്റെ ഫോൺ കാണിക്കുന്നത് എന്നൊരു ഐഡിയ ആയിരിക്കും. നേരെ മറിച്ച് നല്ല ഇൻട്രസ്റ്റ് പീക്കിൽ നിൽക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് അവൾ ചിലപ്പം പാസ്വേഡ് തരാൻ തയ്യാറാവും നിങ്ങൾ ചോദിക്കാതെ. കാരണം നിങ്ങൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്ന അവൾക്കും പേടിയുണ്ട്. അപ്പം നിങ്ങളുടെ പാസ്വേഡ് അവൾക്കും ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഐഡിയയിൽ. ഓക്കെ. അത് അവൾ സന്തോഷത്തോടെ ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു വന്നത്. മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. മൈൻഡിൽ ഇനിയും കുറേ ഐഡിയകൾ ഇരിപ്പുണ്ട്, പക്ഷേ ടൈമില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, ഒരു പെണ്ണിന് ലോ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ, അവൾക്ക് ലോ ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്ന ആ ടൈമിൽ പോയിട്ട് നിങ്ങൾ ചേസ് ചെയ്ത് വില കളഞ്ഞ് പെരുമാറുന്നതിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഉടനെ വരും. അപ്പം ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡൗട്ടൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാം.